ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യം. ഏതാണ്ട് 145 കോടി ജനങ്ങൾ. ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് മൂന്നാം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ മൂന്നാമത്തെ ബഡ്ജറ്റാണ്. അത് അവതരിപ്പിച്ചതാകട്ടെ അടുപ്പിച്ച് 9 തവണ ശ്രീമതി നിർമ്മല സീതാരാമൻ. ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണത്. ഈ രാജ്യത്തിൻ്റെ അതിശക്തമായ നാരീ സാന്നിധ്യവും നാരീ ശക്തിയാണ് അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. ആ തരത്തിലൊക്കെ തന്നെ അവതരിപ്പിക്കപ്പെട്ട ശ്രദ്ധേയമായ ഒരു ബഡ്ജറ്റിനെ കേരളത്തിൽ എത്ര തരം താണ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നതെന്നുള്ളതാണ്. താങ്കളും ഇവിടെ ബഹുമാന്യരായ MP-മാർ, നമ്മൾ രാജ്യസഭയിലൊക്കെ പ്രതിനിധീകരിക്കുന്ന MP-മാരാണ്. എത്ര തരം താണ രീതിയിലാണ് ആമ തേങ്ങ മാങ്ങ എന്നൊക്കെ ഒരു ബഡ്ജറ്റിനെ ചിത്രീകരിച്ച് പറയുന്നത്. ഇത് തനി രാഷ്ട്രീയമല്ലാതെ വേറെന്താണെന്നേ ഉള്ളത്. ഇപ്പോൾ ബഹുമാന്യനായ കൊല്ലം MP അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തെ ഞാനും അംഗീകരിക്കുക. കാരണം രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് വരിക, കേരളം ഉൾപ്പെടെ 2-3 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് കേരളത്തിലെ ചാനലുകളൊക്കെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ വരും, ഈ ബഡ്ജറ്റിൽ വരും. ഇത് നമ്മൾ ക്ലീഷ രാഷ്ട്രീയത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഈ തവണ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ട് പോലും അയഥാർത്ഥങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളിക്കാതെ തന്നെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇന്ന് പകൽ മുഴുവൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാത്തവരൊക്കെ തന്നെ ആ ബഡ്ജറ്റിനെ അവതരിപ്പിച്ചത് എങ്ങനെയാണ്, ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് എങ്ങനെയാണ്? എത്രയോ വ്യാപാരികൾ, എത്രയോ വ്യവസായികൾ, സ്വതന്ത്രമായി ചിന്തിക്കുകയും അഭിപ്രായങ്ങളും പറയുന്ന സാമ്പത്തിക വിദഗ്ധന്മാർ, ഇവരൊക്കെ തന്നെ ചർച്ചയിൽ കൃത്യമായി ഈ ബഡ്ജറ്റിനെ വിലയിരുത്തിയിട്ടില്ലേ? രാഷ്ട്രീയമായിട്ട് തരംതാണ രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഈ ബഡ്ജറ്റിനെ അവമതിപ്പിക്കുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് അവർ അവതരിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തൊന്നുമില്ല. ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഞാനാണല്ലോ പറയാൻ ബാധ്യസ്ഥനായി വരുന്നത്. ഇന്ന് ബഡ്ജറ്റിൻ്റെ അവതരണം കഴിഞ്ഞ് ബഹുമാന്യനായ പ്രേമേന്ദ്രൻ MP തന്നെ ചാനലിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹമാണ് ആദ്യം പല കാര്യങ്ങളും അതിനകത്ത് സ്വാഗതം ചെയ്തത്. പിന്നീട് അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ പറഞ്ഞ് പിന്നീട് ഇപ്പോൾ ചാനൽ ചർച്ചകൾ വരുമ്പോൾ അതിൽ സംശയം പ്രകടിപ്പിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ നോക്കൂ. ഈ കേരളത്തിൽ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ബഡ്ജറ്റിനെ അവമതിപ്പിക്കാൻ ശ്രമിച്ചത്. ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ഈ പറയുന്ന ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ വന്ന് പറഞ്ഞ കാര്യം, ഇത് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിലാണ്